തിരുനാവായ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ ഇടതുപക്ഷം വളരെയേറെ കുട്ടിഘോഷിച്ചുകൊണ്ടൊരു സമരം നടക്കേണ്ടായി. പ്രഹസനാത്മകമായിട്ടുള്ളൊരു സമരമായിരുന്നു അത്. ആരോപിക്കപ്പെട്ട വിഷയങ്ങൾക്ക് കൃത്യമായി അവിടെ ഭരണസമിതി കഴിഞ്ഞ ദിവസം അക്കമിട്ട് രേഖാമൂലം മറുപടി നൽകിയിട്ട് ആ മറുപടികൾക്കൊന്നും ചെവി കൊള്ളാതെ അല്ലെങ്കിൽ ആ മറുപടികളെ ഏതെങ്കിലും നിലക്ക് പരിശോധിക്കാതെ ഇത്തരത്തിലുള്ളൊരു ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സമരം, അത് ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥത്തിൽ അവർക്കുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരാജയത്തിന് കാരണം. അവർക്ക് തുറന്നു കാണിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള യാതൊരു ഈ ആരോപിക്കപ്പെടുന്ന ആരോപണങ്ങളും ശരിവെക്കാനോ അല്ലെങ്കിൽ അവർക്കത് തെളിയിക്കാനോ കഴിയില്ല. കൃത്യമായി ഫണ്ട് വിനിയോഗിക്കുന്നതിലും അതുപോലെ തന്നെ അവിടെ പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൊക്കെ UDFിൻ്റെ ഭരണസമിതി വളരെ ഗൗരവപരമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന ഫണ്ടുകൾ അത് ഏതെല്ലാം വിധത്തിൽ വിനിയോഗിക്കണമെന്ന സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളെ പല ഘട്ടങ്ങളായി വന്നിട്ട് ആ വരുന്നത് കാരണം തന്നെ പല ഫണ്ടുകളും കൃത്യമായി സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം ഞങ്ങൾക്ക് പറയുന്നില്ല. കൃത്യമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഭരണസമിതി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ജനങ്ങൾക്കൊക്കെ അത് ബോധ്യപ്പെട്ടുള്ളതാണ്, അവരൊക്കെ അത് അറിയുന്നതാണ്. അതുകൊണ്ട് ഇടതുപക്ഷം ഇപ്പോൾ ഈ ചെയ്യുന്ന ഈ ഒരു കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു രീതിയിലുള്ള ഈ സമരത്തിനോട് ജനം അതുപോലെയുള്ളൊരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണ് ഈ തൊട്ടടുത്ത പഞ്ചായത്തുകൾ എടുത്താൽ തന്നെ ഞാനതിൻ്റെ ഫിഗർ വെച്ച് പറയുന്നില്ല. ഏത് പഞ്ചായത്തിലാണെങ്കിലും ഇതുപോലെ തന്നെ വലിയ എമൗണ്ടുകൾ പല കാരണങ്ങളെ കൊണ്ടും ഇതേപോലെ ലാപ്സ് ആയിട്ടുണ്ട്. അത് നമുക്കും ആ ഒരു രീതിയിൽ അപ്പുറത്തേക്കുള്ള ഒരു ഫണ്ട് ലാപ്സ് തിരുനാവായയിലില്ല. തിരുനാവായയിൽ വന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ ഭരണസമിതി അതിൻ്റെ കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ടും അതിൻ്റെ രേഖകൾ കാണിച്ചുകൊണ്ടും പത്രക്കാർക്ക് സമർപ്പിച്ചുകൊണ്ടുമാണ് ഭരണസമിതി അതിനെ പ്രതികരിച്ചിട്ടുള്ളത്. അതാണ് ഞങ്ങൾക്ക് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റ് പഞ്ചായത്തുകളിലൊക്കെ ഉള്ള ലാപ്സുകളൊക്കെ ഇവർ പരിശോധിക്കട്ടെ. തൊട്ടടുത്ത പഞ്ചായത്തുകൾ ഇതേപോലെ തന്നെയാണ് അവിടുത്തെ കണക്കുകളായിട്ടുള്ളത്. ഈ ആരോപിക്കപ്പെടുന്ന ഈ കാര്യങ്ങൾ അവർ പഠിക്കാനാണല്ലോ നമ്മൾ ഭരണസമിതി കൃത്യമായി അതിൻ്റെ രേഖാമൂലമുള്ള പത്രസമ്മേളനം നടത്തിയത് കാണിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ പാർട്ടികൾക്ക് ഒരു നടക്കാവുന്ന കാര്യങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട ആരോപണം. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് രാജിക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണമായിട്ട് ഇവരാരും വന്നിട്ടില്ലല്ലോ. ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളും ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ ഭരണസമിതിക്കാണെങ്കിലും നിലവിലുള്ള ഭരണസമിതിക്കാണെങ്കിലും അങ്ങനത്തെ ഒരു ആരോപണമൊന്നും അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ പരാജയ കാരണങ്ങൾ പല രീതിയിലേക്ക് തിരിച്ചുവിടുകയാണ്. അതിലൊന്നും യാതൊരു ഒരു ഇതുമില്ല. UDF ഒറ്റക്കെട്ടാണ്. തിരുനാവായ പഞ്ചായത്ത് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും ഭൂരിപക്ഷം കൊടുത്ത ഈ പാർലമെന്റ് ഇലക്ഷനിൽ 9300 വോട്ടാണ് ഇവിടുത്തെ ലീഡ്. അവർക്ക് ഇടതുപക്ഷത്തിന് കിട്ടിയതിനേക്കാൾ ഏറെ വോട്ട്, അവർക്ക് റെഗുലറായിട്ട് കിട്ടിയിട്ടുള്ളതിനേക്കാൾ ഏറെ വോട്ടാണ് UDF ഇവിടെ കൊടുത്തത്. പിന്നെ എവിടെ പരാതി ഉണ്ടെന്ന് അവർ പറയുന്നത്. അത് അങ്ങനെ ഒരു രീതിയിൽ ഉദ്ദേശിച്ചല്ല പ്രസിഡന്റ് അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരു അർത്ഥം വെക്കാവുന്നതല്ല. LDF ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അതിൻ്റെ കൃത്യമായ കണക്കുകൾ വിവിധ മേഖലകളിൽ നിന്ന് തയ്യാറാക്കിയിട്ട് അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയത് അതുകൊണ്ടാണല്ലോ. അത് നേരിടാൻ ഞങ്ങൾ തയ്യാറായതുകൊണ്ടാണ്. അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെ പ്രഖ്യാപിക്കുമോ? അത് ആലോചിച്ച് തീരുമാനിക്കും. അത് പാർട്ടി ആലോചിച്ചിട്ട് തീരുമാനിക്കും. CPM കേരളം ഭരിക്കും തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. ഭരണം അവരുടെ കയ്യിലുണ്ടല്ലോ, അവർ തെളിയിക്കട്ടെ. ആരോപണങ്ങൾ പടച്ചുവിടും. ഇല്ലാത്ത ആരോപണങ്ങൾ പടച്ചുവിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു സംവിധാനമാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. UDFിൻ്റെ നേതാക്കന്മാർ ധാരണപ്രകാരം മുൻകാലങ്ങളെ പോലെ ധാരണപ്രകാരം ചർച്ച ചെയ്തിട്ട് ഉള്ള വിഷയമാണ്. LDF സത്യത്തിൽ സമരം ചെയ്യേണ്ടത് സർക്കാരിനെതിരെ ധനകാര്യ വകുപ്പ് എന്നൊരു ഓഫീസിലേക്ക് അവർ മാർച്ച് ചെയ്തതിന് ശേഷമാണ് പഞ്ചായത്തുകളുടെ നമുക്ക് വിശ്വസിക്കാറുണ്ട്. 2938 കോടി നമ്മുടെ ഫിഗറൊന്നും നമ്മൾ പറഞ്ഞില്ല.
എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞു നമ്മുടെ മണ്ഡലത്തിൽ തന്നെ 1-2 പഞ്ചായത്തുകൾ അവർ ഭരിക്കുന്നുണ്ട് സാങ്കേതികമായിട്ടെങ്കിലും. അവിടെയൊക്കെ ഈ സ്പിൽ ഓവർ ഉണ്ട്. അതിന് യഥാർത്ഥ ഫിഗറും കണക്കൊക്കെ ഞങ്ങളുണ്ട്, ഇവിടെ പറയുന്നില്ല എന്ന് മാത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ വരുമോ? അപ്പോൾ ശരിക്കും അവർ മാർച്ച് ചെയ്യേണ്ടത് ഒരിക്കലും ഇങ്ങോട്ടല്ല. ഈ ശക്തി മുഴുവനും അവരെ സമരം അവർ വേറെ നിലക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്ര നാണകേട് വരില്ല. ജനങ്ങളൊന്നും ആകെ എല്ലാ നിലക്കും പൊറുതി മുട്ടി പറയണം, തീർത്തി എടുക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് അവർക്ക് ഈ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ജാഗ്രത മറച്ചു വെക്കുന്നതിന് വേണ്ടി അവർ ഇങ്ങനെ പഞ്ചായത്തേക്ക് വരിക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അത്രമാത്രം അങ്ങനെ പറഞ്ഞു. ഞങ്ങളിപ്പോൾ അവരിപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഏത് അന്വേഷണം നേടാൻ അവർക്ക് ചെയ്യാമല്ലോ. എല്ലാം അവരെ എടുത്താൽ വിജിലൻസ് ആണെങ്കിലുള്ള എല്ലാ സംഗതികളും അവരെ എടുത്താണുള്ളത്. പിന്നെ ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് ചാനലുകൾ ചെയർമാൻ അടക്കമുള്ള വികസന അടക്കമുള്ള ആളുകൾക്ക് ഇത് വീട്ടിൽ നിന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുമോ? കുടുംബത്തിൽ നിന്ന് കൊണ്ടുകൊണ്ട് പഞ്ചായത്ത് നടത്താൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ലല്ലോ. അപ്പോൾ ആ നിലക്കുള്ള വേട്ടയാടലുകളും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. അതിൽ ആ സംശയ കാര്യത്തിൽ വേണ്ട. അത് പഞ്ചായത്ത് ഫണ്ട് കിട്ടിയതിന് പഞ്ചായത്ത് വിഹിതം ഗവൺമെൻറ്റിൻ്റെ പഞ്ചായത്തിൻ്റെ വിഹിതം കൂടി കണക്കാക്കിയിട്ടാണ്, ഗവൺമെൻറ് കൊടുക്കുന്ന വിഹിതം കൂടി കണക്കാക്കിയിട്ടാണ് പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തും ഞാൻ മാത്രമല്ല ഫണ്ടുകൾ പിന്നെ പദ്ധതികൾ ചെയ്യൽ, പദ്ധതി പ്രഖ്യാപിക്കൽ. അത് ആ ഫണ്ട് കിട്ടുന്നെങ്കിൽ എന്താവും? പഞ്ചായത്തിൻ്റെ കറവായി പോകില്ലേ? അത് റിവേഴ്സ് ചെയ്ത് കൊടുക്കാനും പ്ലാൻ അനുസരിച്ച് പദ്ധതികൾ റിവേഴ്സ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഇവർ തയ്യാറായിട്ടില്ല. അത് കഴിഞ്ഞ കാലക്കാല കണക്കുകൾ അതാ സൂചിപ്പിക്കുക. ഈ സാമ്പത്തിക വർഷം 3 മാസം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അത് ഇവരിപ്പോൾ കിട്ടിയപ്പോൾ ഒരു പ്രസിഡന്റ് രാജ്യവുമായി ബന്ധപ്പെട്ടിട്ട് വെറുതെ ഈ വീണ് വിദ്യാർത്ഥിട്ട് ഈ സമയത്ത് ഇപ്പോൾ അത് വെറുതെ മാത്രമേ പറയാനുള്ളൂ.